പേരുണ്ട് നമ്മളെ ഉറ്റുനോക്കുന്ന ആൾക്കാർ. അവർക്ക് അവരർഹിക്കുന്ന ആ ഒരു സേവനം തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സിവിൽ സർവീസസ് പരീക്ഷ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത 7 മിടുക്കരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഫോർ സിവിൽ സർവീസസ് എന്ന കരിയറിലേക്ക് ആദ്യ ചുവടെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് ആശംസകൾ അറിയിക്കാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ വിൻസൻ എം പോൾ സാറാണ്. ആദ്യമായി തന്നെ ഞാൻ എല്ലാവരെയും ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും വലിയൊരു ഡ്രീമാണ്. കാരണം ഈ ഒരു സിവിൽ സർവീസസിന് വേണ്ടി ഒത്തിരി നാൾ പരിശ്രമിച്ചാണ് പലരും അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് ക്ലിയർ ചെയ്തു എന്ന് കാണിക്കുന്നത് എത്രമാത്രം ഡിറ്റർമിനേഷനോട് കൂടിയിട്ടും ആ കോൺഫിഡൻസോട് കൂടിയിട്ടുമാണ് നിങ്ങളത് അതിനെ ഫേസ് ചെയ്തത്. അത് തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു വലിയൊരു ഇൻസ്പിറേഷനായിരിക്കും. പിന്നെ എനിക്ക് ഒത്തിരി നിങ്ങൾ സിവിൽ സർവീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഒത്തിരി ക്ലാസ്സുകളിൽ കേട്ടത് മടുത്തും കാണും. എന്നിരുന്നാലും ഞാനൊരു പഴയ സിവിൽ സർവൻ്റ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്നും അതുകൊണ്ടാണ് ഇതൊരു കവറ്റബിൾ കരിയറായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ജോലി എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതൊരു വലിയ സർവീസാണ്, സൊസൈറ്റിക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു സർവീസ്. നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും ഇത്രമാത്രം ഹൈ പെഡസ്റ്റലിൽ ഇരുന്നു കൊണ്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലി മറ്റൊരിടത്തും കിട്ടിയില്ല എന്ന് തോന്നുക. അത് പലപ്പോഴും നമ്മൾ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാർ പറയാറുണ്ട്, ഇത് എൻ്റെ ഒരു വെറൈറ്റി ഓഫ് സർവീസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്, പൊതുജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന അവസരമാണെന്ന്. സർവീസിൽ വന്നു കഴിഞ്ഞും ആ സ്പിരിറ്റ് അതേ രീതിയിൽ നിലനിർത്തണം. കാരണം ഒത്തിരി പേരുണ്ട് നമ്മളെ ഉറ്റുനോക്കുന്ന ആൾക്കാർ. എനിക്ക് ജസ്റ്റിസ് ലഭിക്കണം, എൻ്റെ ഈ ഒരു സേവനം നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടണം എന്ന് പറയുന്ന, നമ്മളെ വളരെ കാര്യമായിട്ട് നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ച് കാണുന്ന ആൾക്കാർ, അവർക്ക് അവരർഹിക്കുന്ന ആ ഒരു സേവനം തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് എവിടെ ഇരുന്നാണെങ്കിലും, ഇപ്പോൾ പറഞ്ഞേക്കാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതിന് ബുദ്ധിമുട്ടാണ്. കാരണം രാഷ്ട്രീയക്കാർ അവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നു. ഈ സിവിൽ സർവീസ് വല്ലഭായ് പട്ടേൽ തുടർന്ന് പോകണമെന്ന് പറയാനുള്ള കാരണം തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ സ്റ്റീൽ ഫ്രെയിമായിട്ട് നിങ്ങൾ സിവിൽ സർവീസസിൽ ജോലി ചെയ്യുമെന്നതുകൊണ്ടാണ്. ഇന്നും എനിക്ക് തോന്നുന്നത് നല്ല നിശ്ചയദാർഢ്യമുള്ള നട്ടെല്ല് ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് എല്ലാവർക്കും വേണ്ടത്. ബാക്കിയുള്ളവർ പറഞ്ഞേക്കാൻ ഇല്ല, ബുദ്ധിമുട്ടാണ്, ഇന്നത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്നും വളരെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. കാരണം അത്രമാത്രം പ്രൊട്ടക്ഷൻ ഈ സർവീസിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കംഫർട്ടബിളായിട്ടുള്ള നമ്മളുടെ കംഫർട്ട് സോൺ നോക്കാതെ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു എന്താണെന്ന് മനസ്സിലാക്കി നമ്മളാൽ കഴിയുന്ന ആ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ചിലർ പറയും നമ്മളെ പൊളിറ്റീഷ്യൻസ് അവിടെ ഇവിടെയും ആർക്കും വേണ്ടാത്ത സ്ഥാനങ്ങളിൽ കൊണ്ടുപോയിട്ടു. ഈ ആർക്കും വേണ്ടാത്ത സ്ഥാനങ്ങളൊന്നുമില്ല. കാരണം എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒത്തിരി വലിയ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കഴിയണം. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ആ ഒരു ഫയർ ഇൻ യു, ഐ തിങ്ക് യു ഷുഡ് കീപ്പ് ഇറ്റ് ടിൽ ദി വെരി എൻഡ്. പിന്നെ ഇത്ര വലിയ ജോലിയിൽ ഡ്രീം ജോബിലിരിക്കുമ്പോൾ പ്രലോഭനങ്ങൾ ഒത്തിരി ഉണ്ടാകും. അതായത് എളുപ്പത്തിൽ വളരെ കംഫർട്ടബിളായിട്ട് ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ കഴിയാം, അതുകൊണ്ട് നമുക്ക് ആ കംഫർട്ടബിൾ ലെവലിലേക്ക് പോയാൽ പോരെയെന്ന്. അപ്പോൾ അതിനെ എതിർത്ത് നിൽക്കാനുള്ളത്, അതായത് തെറ്റ്, പ്രത്യേകിച്ച് ഞാൻ തുറന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കറപ്ഷൻ ഇന്ന് ഒത്തിരിയുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള, കറപ്ഷൻ എന്ന് പറയുന്നത് പൈസ മേടിക്കുക മാത്രമല്ല, വേറെ പ്രലോഭനങ്ങൾ, വേറെ രീതിയിൽ നമ്മളെ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചേക്കാം. അപ്പോൾ നീതിക്ക് വേണ്ടി, നിയമത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ അങ്ങനെയുള്ള ആ ടെംപ്റ്റേഷൻസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള സാഹചര്യം തീർച്ചയായിട്ടും സിവിൽ സർവീസ് ആ പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇന്നുള്ള ആ ഫയർ തീർച്ചയായിട്ടും സർവീസിൻ്റെ അവസാനം വരെ കാണണം. അതുപോലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്, നിങ്ങൾ
എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ആ നല്ല സേവനത്തെ അംഗീകരിക്കുന്ന ഒത്തിരി ആൾക്കാർ കണ്ടേക്കാം. ഒരുപക്ഷെ നമ്മളുടെ സേവനം കിട്ടുന്ന വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, നമ്മളുടെ മുമ്പിൽ വന്ന് പറയാനുള്ള അവസരം കിട്ടിയെന്നിരിക്കുകയില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ നമ്മളെ എപ്പോഴും സ്മരിക്കും. എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിൽ കിട്ടുന്ന ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം അതുതന്നെയാണ്. നമ്മളെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ അംഗീകരിച്ച് നമുക്ക് നന്ദി പറയുന്ന ആൾക്കാർ. അപ്പോൾ അവിടെയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ബേസിക്കലി കേർട്ടൻ്റെ പുറകിൽ നിന്ന് ചെയ്യേണ്ട ജോലിയാണ് പലപ്പോഴും. അല്ലാതെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പക്ഷേ ചെയ്യുന്ന ജോലി അറിയാതെ തന്നെ നമ്മളുടെ ആ റെപ്യൂട്ടേഷൻ തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യും. അപ്പോൾ അതിലഭിമാനിക്കാം. പക്ഷേ അത് എപ്പോഴും പറയുന്നത് പോലെ പ്രശസ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളിലേക്ക് വന്നു ചേരേണ്ട ഒന്നാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പൊതുജനം അംഗീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ട്രെയിനിങ് തുടങ്ങാനായിട്ട് പോകുന്നു. ആ അവസരം, ആ സമയം തൊട്ട് തീർച്ചയായിട്ടും ഇന്നത്തെ എൻതൂസിയാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ചെറിയ സെറ്റ് ബാക്ക്സ് എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ സർവീസിലാണെങ്കിലും ചിലരുമായിട്ട് ചിലപ്പോൾ ഒരസണ്ടതായിട്ട് വന്നേക്കാം. ഈവൻ നമ്മളുടെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നമ്മൾ ജസ്റ്റായിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന ആ ഒരു ദൃഢനിശ്ചയത്തിൽ നിൽക്കുക. തീർച്ചയായിട്ടും സക്സസ് വിൽ ഫോളോ യു. ബാക്കി എല്ലാ കാര്യങ്ങളും ടു ടേക്ക് കെയർ ഓഫ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഇൻ യുവർ കരിയർ. Fortune IAS Academy. More than just an academy.